വളരെയാണേ. ഇത് നമുക്ക് മാഗി ഉണ്ടാക്കിയാലോ? ഇത് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണേ. നമ്മൾ എഗ് മാഗിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മുട്ട ശരിയാക്കി എടുക്കാം. അതിന് പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ഒന്നും വേണ്ട. ചുമ്മാ ഒന്ന് എണ്ണ ഒഴിച്ച് മുട്ട ഇങ്ങനെ ചിക്കി ഇട്ടാൽ മതി കേട്ടോ. ക്യാമറ നോക്കി ചെയ്തുകൊണ്ട് എണ്ണയുടെ ക്വാണ്ടിറ്റി കുറച്ചൊന്ന് കൂടിപ്പോയേ. അത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ലടാ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. ഈ ഒരു പരിപാടി എടുക്കാം കേട്ടോ. അടുത്തത് നമുക്ക് മാഗിയുടെ പരിപാടി നോക്കാം. ഇതുപോലെ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ കുരുമുനാ അരിഞ്ഞെടുക്കാമേ. എന്നിട്ട് നേരത്തെ ആ സെയിം പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ വക സാധനങ്ങളെല്ലാം വഴറ്റിയെടുക്കാമേ. ഈ മാഗി റെസിപ്പിയൊക്കെ ക്ലീശയാണെന്നറിയാം, പക്ഷെ നമുക്ക് എന്നും കണ്ടന്റ് വേണ്ടതായിരുന്നു. അത് മാത്രമല്ല കേട്ടോ, ഞാൻ കല്യാണത്തിന് മുമ്പ് ഈ റെസിപ്പിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സച്ചുൻ്റെ വീട്ടിൽ വേറൊരു സ്റ്റൈലാണേ. അപ്പം ഞാൻ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നി. അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഇന്നുണ്ടാക്കിയേ. നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്നതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എൻ്റെ മാഗി പൊട്ടിച്ചിടാണ് കേട്ടോ. എന്നാലേ ഈ വെളുത്തുള്ളിയുടെ ഉള്ളിയുടെയൊക്കെ ഫ്ലേവർ മാഗിയിലോട്ട് പിടിക്കും. മാഗിയൊക്കെ ഉടങ്ങി ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ടേസ്റ്റ് മേക്കർ ഇട്ട് കൊടുക്കാമേ. ഇതത്ര ഹെൽത്തി ഒന്നും അല്ലെന്നറിയാം, എന്നാലും വല്ലപ്പോഴും ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാറുള്ളേ ഈ നൊസ്റ്റാൾജിയ കളിക്കുമ്പം. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ട ഇതിനകത്തോട്ട് ചേർക്കാമേ. എന്നിട്ട് മാഗി പൊട്ടിപ്പോവാത്ത രീതിക്ക് ഒന്നിളക്കി കൊടുക്കണം. കുഴഞ്ഞു പോവല്ലേ. എനിക്ക് കുഞ്ഞു പാത്രം കണ്ടപ്പോൾ പണ്ടത്തെ പരസ്യത്തിൽ മാഗി തിന്നുന്ന സംഭവം ഓർമ്മ വന്നേ. അങ്ങനെ ഞാൻ വിചാരിച്ച് ഇതിൽ തന്നെ കഴിക്കാമെന്ന്. ഏത് നമ്മുടെ നൊസ്റ്റാൾജിയ. അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ റെഡിയായി. അപ്പം എങ്ങനെയാ, നമുക്ക് തട്ടിയാലോ? ആദ്യം നമുക്ക് സച്ചുന് തന്നെ കൊടുത്തു നോക്കാം. പതിവ് തെറ്റിക്കാൻ പാടില്ലല്ലോ. എനിക്ക് സമാധാനം കിട്ടൂല. അങ്ങനെ അവൻ ടേസ്റ്റ് ചെയ്തിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു സന്തോഷം. നല്ല ചൂടുണ്ട്, എന്നാലും ആ കഴിക്കുന്ന മനസ്സേ. ഭയങ്കര ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും പഴയ ആ ടേസ്റ്റ് കിട്ടപ്പോൾ എന്തോ ഒരു സന്തോഷം. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. ബൈ.